പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി മധ്യേഷ്യൻ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ. കസാഖിസ്ഥാൻ, കിർഗിസ് റിപ്പബ്ലിക്, തജാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരാണ് പ്രധാനമന്ത്രിയെ കണ്ടത്. ഭാരതം അധ്യക്ഷ സംയുക്ത യോഗത്തിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച നടന്നത്. മധ്യേഷ്യൻ രാജ്യങ്ങളുമായി ഭാരതത്തിനുള്ള ആഴത്തിലുള്ള ബന്ധമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഭാരതം വ്യാപാരം, കണക്ടിവിറ്റി, ഊർജ്ജം, ഫിൻടെക്, ഭക്ഷ്യസുരക്ഷ, ആരോഗ്യം എന്നീ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതായി പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഭാരതത്തിനൊപ്പം നിൽക്കുന്നതായി വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരും വ്യക്തമാക്കി. കശ്മീരിലെത്തിയ പ്രധാനമന്ത്രിയോടൊപ്പം കളിച്ചിരികളുമായി യുവതലമുറ. ഖത്രയെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിൽ ആദ്യ യാത്രയ്ക്ക് എത്തിയപ്പോഴായിരുന്നു പ്രധാനമന്ത്രിയുമായി സംവദിക്കാൻ ഇവർക്ക് അവസരമൊരുങ്ങിയത്. പ്രധാനമന്ത്രിക്ക് ആസ്വദിക്കാനായി കശ്മീരി ഗാനവും കുട്ടികൾ ആലപിച്ചു. കശ്മീർ താഴ്വരയുടെ സ്വപ്നമായിരുന്ന വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിന് മുൻപാണ് ഭാരതത്തിന്റെ യുവതലമുറയുമായി പ്രധാനമന്ത്രി സംസാരിച്ചത്. പാട്ടും കളിച്ചിരിയും ചോദ്യവുമായി അവർ പ്രധാന സേവകനൊപ്പം കൂടി. ഇതിനിടെയാണ് ഒരാൾ ഗായകനാകണമെന്ന ആഗ്രഹം പങ്കുവച്ചത്. എന്നാൽ പിന്നെ പാടിക്കോളൂ, കേൾക്കാമെന്ന പ്രധാനമന്ത്രിയും. അങ്ങനെയാണ് ആ കശ്മീരി ഗാനം ആലപിച്ചത്. പാട്ട് പ്രധാനമന്ത്രിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. ये यहाँ का ग्रामीण लोग गाते हैं इस गीत को। कश्मीरी सॉन्ग है। पीएम सबसे पूछने लगे कि आप क्या बनना चाहते हो। मैंने बोला मैं सिंगर बनना चाहती हूँ। उन्होंने कहा गाना सुनाओ। मैंने अपनी यहाँ का कश्मीरी सॉन्ग सुनाया, उनको बहुत पसंद आया। और मैंने उनसे पूछा कि आपके जीवन का लक्ष्य क्या था जब आप छोटे थे। तो उन्होंने कहा हमारा लक्ष्य कुछ नहीं था, बस मेहनत थी। इसलिए ये बातचीत हुई हमारे बीच में. രാജ്യ പുരോഗതിക്കായുള്ള പ്രധാനമന്ത്രിയുടെ നിസ്വാർത്ഥ സേവനത്തെ ഒരുപോലെ പ്രശംസിക്കുകയാണ് ഈ വിദ്യാർത്ഥികൾ. അദ്ദേഹത്തോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു ഒരു മിടുക്കിയുടെ വാക്കുകൾ. पीएम से मिलकर मेरे को बहुत अच्छा लगा. उन्होंने हमसे प्रश्न पूछे कि हम बड़े होकर क्या बनना चाहते हैं और हमें कैसा लग रहा है इस ट्रेन में बैठ के. और हमने भी उनसे काफ़ी प्रश्न पूछे कि आपको कैसे लग रहा है कि आपका इतना बड़ा प्लान सक्सेसफुल हुआ और आप कब कन्याकुमारी से लखनऊ तक ट्रेन वो करेंगे. उन्होंने बोला था कि जल्दी ही हो जाएगा. मैं ये कहना चाहती हूँ पीएम को कि बहुत बहुत धन्यवाद. आपने हम लोगों के लिए इतना कुछ किया है. आप लोगों की इतनी सेवा करते हैं, उसके लिए बहुत धन्यवाद. ഏറെ നേരം കുട്ടികൾക്കൊപ്പം ചെലവഴിച്ച പ്രധാനമന്ത്രി അവരുടെ സംശയങ്ങൾക്കും മറുപടി നൽകി. കുട്ടികൾ പകർന്ന ഊർജ്ജത്തെക്കുറിച്ചും അവരുടെ ഉള്ളിലെ നന്മകളെക്കുറിച്ചും പ്രധാനമന്ത്രി എക്സിലും കുറിച്ചു. നാഷണൽ ഡെസ്ക്, ജനം.